ഹലോ, ഇന്ന് നമ്മുടെ ഡേ 15 ആണ്. അപ്പം നമ്മൾ ഒരു മാസത്തിൻ്റെ പകുതി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ആർക്കൊക്കെ എത്രയൊക്കെ KG കുറഞ്ഞു എന്നൊക്കെ ഉള്ളത് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഇന്ന് രാവിലെ ഞാൻ കഴിച്ചത് പൂരിയും പൊട്ടറ്റോ ബാജിയുമായിരുന്നു. അപ്പോൾ രണ്ടെണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പൂരി അത്ര ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊന്നും അല്ല, എണ്ണയെ വറക്കുന്നതുകൊണ്ട്. പക്ഷേ ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് 70 kg ആയിരുന്നു ആവാനായിട്ടൊരു ആഗ്രഹം. അതായി കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ കുറച്ച് ലിബറലായിട്ടാണ് ഇപ്പോൾ ഫുഡ് കഴിക്കുന്നത്. കാരണം നമ്മൾ ഒരുപാട് ക്രേവിങ്സ് ഇങ്ങനെ ക്രേവിങ്സ് വെച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും നമുക്ക് ഒരുപാട് ഭക്ഷണം കഴിക്കാനും തോന്നും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ക്രേവിങ്സ് വരുമ്പോൾ ചെറിയ രീതിയിൽ അത് കഴിക്കുവാണെങ്കിൽ നമുക്ക് മിതമായ രീതിയിൽ പോകാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഇത്. പിന്നെ എനിക്ക് ഇന്നലത്തെ വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, ഞാൻ ഈയിടെയായിട്ട് നടക്കുന്നതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്, നടപ്പിൻ്റെ സ്റ്റെപ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ലെന്ന്. കാരണം ഞാൻ ഓൾറെഡി അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്, ആ ആപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്ക്. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നോട് ചോദിച്ച് ഞാൻ പറഞ്ഞുതരാം. ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചത് ഒരു ബാർബിക്യൂൻ്റെ ലെഗ് പീസും ഒരു റുമാലി റൊട്ടിയുമാണ്. അപ്പം ഞാനിപ്പോൾ കുറച്ച് ജങ്ക്സൊക്കെ കഴിക്കുന്നത് കൂടുന്നുണ്ട്. കമൻറ്റും ഞാൻ കണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഓൾറെഡി പറഞ്ഞു, എനിക്കിപ്പോൾ ഭയങ്കര ക്രേവിങ്സ് ആയിരുന്നു ബാർബിക്യൂനോട്. അതുകൊണ്ട് ഞാൻ അതാണ് കൂടുതലായിട്ടും കഴിച്ചത്. അപ്പം അങ്ങനെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ആയില്ല. എനിക്ക് വെയിറ്റ് കൂടുന്നൊന്നുമില്ല. പക്ഷേ നമ്മൾ അതിൻ്റെ കൂടുതൽ തന്നെ നടക്കുകയും കൂടെ വേണം, ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. വെയിറ്റ് പെട്ടെന്ന് ഗെയിൻ ചെയ്യാനൊക്കെ ഇത് വരും. പിന്നെ ഞാൻ നേരത്തെ ജിമ്മിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അവിടെ വെച്ചും നമ്മുടെ ജിം ട്രെയിനർ പറഞ്ഞതെന്ന് വെച്ചാൽ ബാർബിക്യൂ കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല, കാരണം എണ്ണയെ വറുത്തെടുക്കുന്നതല്ലല്ലോ, ഗ്രില്ല് ചെയ്യുന്നതല്ലേ എന്ന് വിചാരിച്ചാണ് കേട്ടോ ഞാനും കഴിക്കുന്നത്. പക്ഷെ എത്രത്തോളം ഇത് വാസ്തവം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ പിന്നെ ലഞ്ച് അങ്ങനെ കഴിഞ്ഞു. പിന്നെ വൈകുന്നേരം ഞാനൊരു ചായയും പിന്നെ ഉള്ളിവടയാണ് കഴിച്ചത്. ഇടയ്ക്ക് ഞാൻ ചായ കുടിക്കും, സ്ഥിരം ഞാൻ കുടിക്കാറില്ലെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇടയ്ക്ക് ഞാൻ കുടിക്കാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു. അതോടെ ഈ ദിവസത്തെ മീൽ കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഞാൻ നടന്നു. ഇപ്പം ഞാൻ ചെറിയൊരു ഹോസ്പിറ്റൽ കേസിലാണ്. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ഇതിൽ കമൻറ്റ് ഇടുമെന്ന് എനിക്കറിയാം, ഞാൻ എന്താ ഇങ്ങനെ ഒരു സ്ഥലത്തൂടെ നടക്കുന്നതെന്ന്. ഞാൻ ഇപ്പം ലിബറലായിട്ടാട്ടോ നടക്കുന്നത്. നടപ്പിനും ഞാൻ വലിയ ഇത് കൊടുക്കുന്നില്ല. പക്ഷെ നടക്കണം, എനിക്ക് കണ്ടിന്യൂ ചെയ്യണം. ഈ ഒരു കാര്യം കഴിഞ്ഞിട്ട് വേണം എനിക്ക് നടക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ കുറച്ച് നേരം അതുവഴിയൊക്കെ നടന്നു. എനിക്ക് ടോട്ടൽ ഇപ്പം 10K സ്റ്റെപ്സ് ആവുന്നില്ല. പക്ഷെ എങ്കിലും ഞാൻ നടക്കണ്ടേ എന്ന് വിചാരിച്ച് കുറച്ച് നടക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ നടന്നാൽ പോരാ, നിങ്ങൾ നടക്കുമ്പോൾ സ്ട്രിക്റ്റായിട്ട് നടക്കണം. കാരണം എങ്കിലേ ഉള്ളൂ നമുക്ക് അതിനുള്ളൊരു അച്ചീവ് കിട്ടുകയുള്ളൂ. നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നോ എങ്കിലേ ഉള്ളൂ അതിനുള്ള ബലം കിട്ടുകയുള്ളൂ. പിന്നെ എനിക്ക് ഡയറക്റ്റായിട്ട് ഇൻസ്റ്റയിൽ 1-2 DMs വന്നിട്ടുണ്ട്. ഞാൻ അടുത്ത വീഡിയോയിൽ അത് ആഡ് ചെയ്യാം. നമ്മുടെ വെയിറ്റ് ലോസ് ജേർണിയിൽ കൂടിയിട്ട് കണ്ടിന്യൂ ചെയ്തവർക്ക് 2 kg വെയിറ്റ് കുറഞ്ഞു, 1 kg വെയിറ്റ് കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞ കമൻറ്റ്സ് വന്നിട്ടുണ്ട്. എനിക്ക് താങ്ക്സ് ഇട്ടിട്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം നമ്മൾ ഒന്നിച്ച് ചെയ്യുമ്പോഴത്തേന് എനിക്ക് കുറയുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്കും കുറയുന്നുണ്ടെന്ന് അറിയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അനുഭവമുള്ളവർ ഒന്നിലെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് മറ്റുള്ളവർക്കും കൂടെ ഒരു പ്രചോദനമാകും ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അത് ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ നടക്കുമ്പോഴത്തേന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ, 10,000 സ്റ്റെപ്സ് കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. ഇല്ലാത്തൊരു 5,000 ഒരു പെർ ഡേ, ഒരു ദിവസം 5,000 നടക്കാൻ ശ്രമിക്കുക. ഒന്നില്ലെങ്കിൽ രാവിലെ 5,000 അല്ല വൈകുന്നേരം 5,000, അങ്ങനെയെങ്കിലും 10,000 കവർ ചെയ്യാൻ നോക്കുക. അതാകുമ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചാലും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല. പെട്ടെന്ന് വയറ് ചാടാനോ അല്ലെങ്കിൽ ശരീരം ഫാറ്റ് ആവാനോ ഉള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ കാര്യങ്ങൾ. നാളെ നമ്മൾക്ക് നെക്സ്റ്റ് ഡേയുമായിട്ട് കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. ബൈ.